സമുദ്രത്തിന്റെ തീരത്തുകൂടെ കാണാൻ നല്ല ഭംഗിയുള്ള ആര് കണ്ടാലും ഒന്നെടുക്കാനും ഒന്ന് പിടിക്കാനും കൊതിച്ചു പോകുന്ന നല്ല ഒരു കിളി. ആ ഒരു കിളിയെ കണ്ടുകൊണ്ട് സമുദ്രത്തിന്റെ തീരത്തുള്ള ആളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ കിളിയെ നോക്കി നിൽക്കുമ്പോൾ അതിന്റെ ചുണ്ടുകൊണ്ട് സമുദ്രത്തിലുള്ള ജലം കൊത്തിയെടുത്തിട്ട് കരയിലേക്കും കരയിലുള്ള മണൽപ്പരപ്പുകളെ കൊത്തിയെടുത്തിട്ട് സമുദ്രത്തിലേക്ക് കൊണ്ടിടുകയാണ്. ഇത് കണ്ടപ്പോ ചോദിച്ചു പോയല്ല നഫീസത്തുൽ മിസ്രിയ, ഈ കിളിയോട് നഫീസത്തുൽ മിസ്രിയ ചോദിച്ചു, എന്താണ് ഈ കാണിക്കുന്നത്? ഈ കിളി പറഞ്ഞു, ഞാൻ ഈ സമുദ്രത്തെ വറ്റിക്കാൻ പോവുകയാണ്. എങ്ങനെ? ഈ വെള്ളം എന്റെ ചെറിയ ചുണ്ടു കൊണ്ടുവന്ന് ഈ വെള്ളത്തിന്റെ തുള്ളികൾ കൊത്തിയെടുത്ത സമുദ്രത്തിൽ നിന്ന് കരയിൽ നിന്ന് കൊത്തിയെടുത്തിട്ട് സമുദ്രത്തിലേക്ക് ഞാൻ കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നാൽ ഈ സമുദ്രം പറ്റുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, നിനക്കെന്താണ് പറ്റിപ്പോയത്? കാരണം എന്തെന്നറിയുമോ? നിന്റെ ചെറിയ ചുണ്ടുകൊണ്ടുവന്ന് സമുദ്രത്തിലുള്ള ജലം മുഴുവനും കൊത്തിയെടുത്തിട്ട് കരയിൽ കൊണ്ടിട്ടാലും കരയിലുള്ള മണൽപ്പരപ്പുകളെ കൊണ്ടുവന്നിട്ട് സമുദ്രത്തിലേക്ക് ഇട്ടാലും അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നീ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും ഈ സമുദ്രത്തെ വറ്റിക്കാൻ പറ്റൂല. ആ സമയമാണ് ഇവിടുന്ന് കിളി പറഞ്ഞത്, നഫീസ, എനിക്ക് ഒരു കുഴപ്പവുമില്ല, എനിക്കൊരു രോഗവുമില്ല. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുമ്പോൾ അത് പ്രവിശാലമാ. അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ പരിശുദ്ധമായ റമളാനിന്റെ 1-ാമത്തെ ഈ ദിവസം മുതൽ ആദ്യത്തെ 10 വരെ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, ഈ 1-ാമത്തെ 10-ൽ നിങ്ങൾ നല്ല മനസ്സോടെ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, നല്ല മനസ്സോടുകൂടി നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, നല്ല നീയത്തോടുകൂടി ഒന്ന് പറഞ്ഞു നോക്ക്, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ റമളാനിൽ നിന്റെ കരുണ ഞങ്ങൾക്ക് തരണേ അല്ലാ. നമ്മൾക്കൊക്കെ ഒരു ചിന്തയുണ്ട്, കുന്നുപോലെ തെറ്റുകൾ ചെയ്തു പോയി, കുന്നുപോലെ റബ്ബന്റെ പാപങ്ങൾ പൊറുക്കുമോ? അല്ലാഹു, ഞാൻ ചെയ്തു പോയ തെറ്റ് റബ്ബ് മാപ്പാക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചു വരുന്ന ചിലരുണ്ട്. എന്നാൽ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോവുകയാണ്, അല്ലാഹു കാരുണ്യവാനാണ്. എത്ര വലിയ തെറ്റുകൾ അറിയാതെ ചെയ്തു പോയാലും അറിഞ്ഞ് ചെയ്തു പോയതുമൊക്കെ അല്ലാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. അല്ലാഹുവിന്റെ ഖുർആനാണ്. അല്ലാഹു വിളിച്ചിട്ട് പറയുന്നു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, അടിമകളോട് പറയണം നബിയെ, അവിടത്തെയുടെ സമുദായത്തിനോട് പറയണം നബിയെ, സ്വന്തം അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകള്, അതല്ലാതെ ചെയ്തു പോയ തെറ്റുകള്, ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഞാനിങ്ങനെ കടന്നു പോവുകയാണ്, എന്നും ഞാനിങ്ങനെ മുന്നോട്ട് പോകും അതേ തെറ്റിൽ തന്നെ. ഒരു ന്യായീകരണവും അതിനകത്തില്ല. ഞാനായാലും നിങ്ങളായാലും അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്ന ഒരു വാക്ക് അള്ളാഹുവിന്റെ റസൂലേ പറഞ്ഞു കൊടുക്ക്. സ്വന്തം ശരീരത്തിനോട് കുറ്റം ചെയ്തവർ, സ്വന്തമായിട്ട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും വന്നുപോയവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ പറയൂ. അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാകണ്ടെന്ന് പറയണം നബിയെ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാകല്ല. അള്ളാഹു കാരുണ്യവാനാണ്, അല്ലാഹ് കരുണ ചെയ്യുന്നവനാണ്, അള്ളാഹു മാപ്പ് തരുന്നവനാണ്. അതുകൊണ്ട് ഈ റഹ്മത്തിന്റെ ബത്തില് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കണേ. അത് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, നോമ്പ് നോക്കുമ്പോൾ മാത്രമല്ല, മഗ്രിബിന്റെ ടൈമിന് മാത്രമല്ല, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എപ്പോഴൊക്കെയാണോ നമുക്കത് ചെല്ലാൻ പറ്റുന്നത്,
ആ സമയമെല്ലാം നമ്മൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമാകരുത്. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാണ്, അല്ലാഹ് എനിക്ക് മാപ്പ് തരുമോ? ഞാൻ തെറ്റ് ചെയ്തവളാണ്, റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ടു തരുവോ? ഞാൻ തിന്മകൾ ചെയ്തവരാണ്, നോമ്പ് നോക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം വരെ ഞാൻ പാപം ചെയ്തവനാണ്, എനിക്ക് മാപ്പ് തരുമോ? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ വിദൂരമാകരുതേ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാകരുത്, റഹ്മത്തിനെ തൊട്ട് അകന്നു പോകരുത്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യും, അല്ലേ? അല്ലാഹു കാരുണ്യവാനാൻ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ അർഹമുർ റഹീമീൻ. അല്ലാഹു തആല കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു തആല. അതുകൊണ്ടാ നല്ല മനസ്സോടെ നല്ല നീയത്തോടു കൂടിയിട്ട് നിറഞ്ഞ ഹൃദയത്തോടെ അള്ളാഹുവിലേക്കൊന്ന് തൗബ ചെയ്താൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല. ഇന്നല്ലാഹ യഗ്ഫിറുൽ ദുനൂബ ജമീആ. എത്ര വലിയ പാപങ്ങൾ ചെയ്തിരുന്നവരായാലും, എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തിരുന്നവരായാലും, എത്ര വലിയ തിന്മകൾ ചെയ്തിരുന്നവരായാലും, ഇന്നല്ലാഹ യഗ്ഫിറുൽ ദുനൂബ ജമീആ. അള്ളാഹു സകലമാന പാപങ്ങളും പൊരുത്തപ്പെട്ടു തരുന്നവനാണ്. നമുക്ക് ചോദിക്കാനുള്ള മനസ്സ് മതിയല്ലോ, ചോദിക്കാനുള്ള സമയം മതിയല്ലോ, ചോദിക്കാനുള്ള സ്ഥലവും സൗകര്യവും സമയവും കണ്ടെത്തിയാ മതിയല്ലോ. അല്ലാഹ് പറയുന്നു, ഉദൂനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അല്ലാഹ് പറയുമ്പോ എന്തോ ഒരു തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ വർഷങ്ങളോളം അതിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങണമെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ അല്ലാഹു എപ്പോഴാ നമ്മളെ മരിപ്പിക്കുന്ന എന്നറിയില്ല, ഏത് സമയത്താണ് റബ്ബ് നമ്മളെ കൊണ്ടുപോകുന്ന എന്നറിയില്ല. ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കും ഈ ഒരു റമളാൻ കാരണമാണ്, തൗബ ചെയ്യാൻ കാരണമാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ കാരണമാണ്, റബ്ബിലേക്ക് മടങ്ങാൻ ഈ ഒരു ദിവസം നമുക്ക് കാരണമാണ്. അതുകൊണ്ട് ഇന്നല്ലാഹ യഗ്ഫിറുൽ ദുനൂബ ജമീആ. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. നമുക്ക് ഇരു കൂട്ടർക്കും അല്ലാഹുവിലേക്ക് മടങ്ങണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊരുത്തപ്പെട്ടു തരും. എല്ലാവരും ഒന്ന് ചൊല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ചൊല്ല്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ചൊല്ലണം ഉമ്മമാരെ, അല്ലാഹുവിന്റെ കരുണ കിട്ടണ്ടേ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് എത്ര വലിയ തിന്മകൾ അറിയാതെ ചെയ്തു പോയവരാണെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ഇന്നല്ലാഹ യഗ്ഫിറുൽ ദുനൂബ ജമീആ, അല്ലാഹുവിലേക്ക് മടങ്ങണം. എല്ലാ പാപങ്ങളും ജമീഅ, സകലമാന പാപങ്ങളും പൊരുത്തപ്പെട്ടു തരുന്ന അല്ലാഹുവാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം. ആ അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ നമ്മൾ വിജയിച്ചുവെന്നാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില ദിവസങ്ങളും ചില സമയങ്ങളുമുണ്ട്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ചില മാസങ്ങളുണ്ട്, ചില മണിക്കൂറുകളുണ്ട്, ചില സെക്കൻഡുകളുണ്ട്. അങ്ങനെയുള്ള സെക്കൻഡുകളിൽ നിങ്ങൾ അറിഞ്ഞാൽ അലാ ഫതഅറളൂ ലഹാ, നിങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞു പോയാൽ, നിങ്ങൾക്ക് ആ മാസത്തെ അറിഞ്ഞാൽ,
നിങ്ങൾക്ക് വെളിവായാൽ നിങ്ങൾ ആ മാസത്തിലേക്ക് നിങ്ങൾ കടക്കണം. റമളാൻ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാസമാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കരിച്ചു കളയുക എന്നാണ്. എന്തിനെയാണ്? ശരീരത്തിനെയല്ല, മനസ്സിനെയല്ല. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, നമ്മൾ ചെയ്തു പോയ കുറ്റങ്ങളൊക്കെ കരിച്ചു കളയുവാനുള്ള മാസമാണ് റമളാൻ. അതുകൊണ്ടാണ് റമളാനിന് റമളാൻ എന്ന പേര് തന്നെ വന്നത്. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്യുക, അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ നമ്മൾ കടന്നു വന്ന അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു റമളാൻ ഉണ്ടാകുമോ? ഇല്ല, അല്ലേ? അതുകൊണ്ടാണ് മനസ്സ് മുഴുവനും അള്ളാഹുവിലേക്കൊന്ന് കൊടുക്കുമോ? എന്തിനാണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞതിൽ 3 വിഭാഗം ആളുകളിൽ ഒന്നാമത്തേതാരാണ്? ജീവികളോട്, സഹജീവികളോട് നല്ലതുപോലെ കാരുണ്യം ചെയ്യുന്നവരാണ്, കരുണ ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗത്തെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു എണ്ണി പറഞ്ഞത് കുത്തുവാക്കുകൾ പറയാത്തവരാണ്. അല്ലെ? ചിലപ്പോ പള്ളിയിലേക്ക്, ഒരു റമളാനിക്ക് ചിലപ്പോ പള്ളിയിലേക്ക് വരും. ചില ആളുകൾ പറയാ, കഴിഞ്ഞ ആഴ്ച നിന്നെ കണ്ടില്ല, നീ എവിടെയായിരുന്നു? ഇല്ലേ? ഒന്നിപ്പോ തലയെ തുണിയിട്ട് അപ്പുറത്തൊരു താത്ത നിൽക്കുന്ന ചില ആളുകൾ പറയും, നിന്നെ കണ്ടില്ലായിരുന്നു, എവിടെയായിരുന്നു? ഇന്നലെ വരെ തട്ടം കണ്ടില്ലല്ലോ. കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. അങ്ങനെ ഉള്ളവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂല. എത്ര കരഞ്ഞാലും എത്ര ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല. 1, അള്ളാഹുവിലേക്ക് അടുക്കണേ. 2, നമ്മൾ ഒരാളെയും മോശമായി പറയരുതേ. അള്ളാന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില വിഭാഗം. ഇന്ന് റമളാനാണ്. ഈ റമളാനിന്റെ പോരിശകളെ നോക്കുന്ന സമയത്ത് വായിക്കാൻ പറ്റിയ ഒരു കാര്യം, അല്ലാഹുവേ റഹ്മത്ത് ലഭിക്കാത്തൊരു വിഭാഗം ആരെന്നറിയുമോ? കുത്തുവാക്കുകളിലൂടെ കൊണ്ടുപോകുന്നവരാണ്. അതിന് വെറുതെയാകട്ടെ, അതല്ല കാര്യത്തിലാകട്ടെ, അവരിനി എത്ര കരഞ്ഞാലും അവരുടെ ഒരമലും ശേഷിക്കൂല. ഏതുവരെ അവർ മരിച്ച് ഖബറിൽ കൊണ്ടുവച്ചാലും അവർ ചെയ്യുന്ന ഒരമലും അള്ളാഹുവിന് വേണ്ട. അത് വലിയൊരു അബദ്ധമാണ്. ചില ആളുകൾ അങ്ങനെയാണ്. നമ്മുടെ കൂട്ടത്തിലൊക്കെ പലരും ഉണ്ടാകും, അല്ലെ? വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയാ, കുറ്റം പറയാ, ആക്ഷേപിക്ക, കളിയാക്ക, അടുത്ത് കണ്ട കുത്തുവാക്ക് പറയാ. അതാനൽ ഖൽബ, അങ്ങനെയുള്ള ഖൽബിന്റെ ഉടമസ്ഥർ മുനാഫിഖാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുത്തുവാക്കുകൾ മാത്രം പറയാതിരിക്കുന്ന ആളുകളെ എണ്ണിയത് മുനാഫിക്കിന്റെ കൂട്ടത്തിലാണ്. ഞാനല്ല, റസൂലുള്ളാഹിന്റെ വാക്കാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അള്ളാന്റെ റഹ്മത്ത് പോലും ലഭിക്കൂല. അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി തരട്ടെ. ഒരാളെയും ഒന്നും പറയാത്ത ഖൽബാക്കി തരട്ടെ. ഒരാളെയും ഒന്നും പറയാത്ത നാവാക്കി തരട്ടെ. ഈ പരിശുദ്ധമായ റമളാനിന്റെ ഈ ദിവസങ്ങളിൽ, ഈ പകലുകളിൽ, ഈ രാത്രികളിൽ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ തൗബ ചെയ്ത് തറാവീഹ് നിസ്കരിച്ച് പശ്ചാത്തപിച്ച് നല്ലതുപോലെ കടന്നു വരുന്ന സ്വാലിഹീങ്ങളാകുമ്പോ അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ചൊല്ലുമോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ കടന്നു വരാനും ഇബാദത്തുകൾ ചെയ്യാനും കണ്ണും മനസ്സും ഖൽബും ശരീരവും ഒക്കെ സൂക്ഷിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, അല്ലേ? റമളാനിന്റെ 1ാമത്തെ രാത്രി ചില ആളുകൾ നോമ്പിന്റെ നിയ്യത്ത് വെക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഉച്ചയ്ക്ക് വെച്ചാൽ മതി, ഉച്ചയ്ക്ക് വെച്ചാൽ മതി ചോറ് കഴിച്ചിട്ട്. ഇന്നലെ ആയിരുന്നുവെങ്കിൽ ഫുഖഹാക്കൾ പറയുന്നുണ്ട്, റമളാനിന്റെ 1ാമത്തെ ദിവസത്തിന്റെ നിയ്യത്ത് വെക്കുമ്പോ ഈ റമളാൻ മുഴുവനും ഞാൻ നോമ്പ് വെക്കാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ, പിന്നെ ഏതെങ്കിലും ഒരു നോമ്പിന് നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ ഈ ഒറ്റ നിയ്യത്ത് കൊണ്ട് അത് ശരിയാകുന്നതാണ്. 1ാമത്തെ ദിവസം വെച്ച് ആ ഒറ്റ നിയ്യത്ത് കൊണ്ട്, ഇല്ലെങ്കിൽ ഇന്ന് വെക്കാണ്, ഇന്നു മുതൽ മുഴുവൻ നോമ്പുകളും ഞാൻ നോറ്റുവീട്ടും, എല്ലാ ദിവസത്തെയും മതി. എപ്പോഴെങ്കിലും ഒരു ദിവസം നോമ്പിന്റെ നിയ്യത്ത് വെക്കാൻ വിട്ടുപോയാൽ ഈ ഒരു നിയ്യത്ത് കൊണ്ട് പരിഹരിക്കും. അള്ളാഹു നമുക്ക് നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ അള്ളാഹനെ ഓർത്തുകൊണ്ട് കടന്നു വരുമോ? അള്ളാഹനെ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരുമോ? അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ നമ്മൾ ആഗ്രഹിക്കുമോ?
ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ അത്ഭുതങ്ങൾ നിറഞ്ഞ റമളാനിന്റെ മഹത്വങ്ങൾ പറയും. അല്ലാഹു കേൾക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒന്ന് ചൊല്ലുമോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ചൊല്ല്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ചൊല്ലിക്കോ, എന്റെ കൂടെ ചൊല്ല്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ചൊല്ല്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സന്തോഷത്തെ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ അഅ്മാലുകളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ, പരിശുദ്ധമായ റമളാനിൽ പാവപ്പെട്ട ഉമ്മമാര് റബ്ബേ, അവർ നേരം വെളുത്താലും ഇരുട്ടിയാലും അവർ നോമ്പുകാരായാലും അവരെല്ലാവർക്കും ഭക്ഷണം പാചകം ചെയ്യുന്നവരാണ്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ. സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. കരുണക്കടലായ റബ്ബേ, എല്ലാവർക്കും നോമ്പ് നോക്കാം. വീടിന്റെ അകത്തട്ടിലുള്ള പാവപ്പെട്ട ഉമ്മമാര്, ഭാര്യമാര്, സഹോദരിമാര്, അവര് നല്ലതുപോലെ നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും ഭക്ഷണം കൊടുക്കുന്നവരാണ്. ആ കരങ്ങൾക്ക് നീ ഖുവ്വത്ത് കൊടുക്കണേ അല്ലാ. ശക്തി പ്രദാനം ചെയ്യണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മജ്‌ലിസിൽ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്നവർ നീ സ്വീകരിക്കണേ അല്ലാ. ഖബൂലാക്കണേ അല്ലാ. നാളെ മുതൽ അല്ലാഹുവേ 2:30 ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കൂടും. ഞങ്ങളെ തട്ടല്ല അല്ലാ. ഞങ്ങളെ ഖായിബാക്കല്ല റബ്ബേ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ, നിനക്ക് വേണ്ടി അഅ്മാലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, കമന്റിലൂടെയൊക്കെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് റബ്ബേ. ഒരുപാട് ദുഃഖങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ. കടങ്ങൾ മാറാൻ, അതുപോലെ ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, കമന്റ് ബോക്സിൽ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ തട്ടല്ല അല്ലാ. സ്വീകരിക്കാതെ മടക്കല്ല അല്ലാ. അല്ലാഹുവേ, എല്ലാവരുടെ രോഗങ്ങളെ ശിഫയാക്കണമെന്ന് പറഞ്ഞവർ, രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചവനെ, ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. എല്ലാവരെയും ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, അല്ലാഹുവേ, മകനിക്ക് നല്ല ഉന്നത വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ, അതുപോലെ ജോലിയിൽ ബറക്കത്തുണ്ടാകാനും കടങ്ങൾ വീടാനും എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവർ, അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. മക്കൾ സ്വാലിഹീങ്ങളാകാൻ ദുആ ചെയ്യാൻ എഴുതി വിടുന്നവരുണ്ട്. നീ സ്വീകരിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാ, നാളെ ഇതുപോലെ ദുആ ചെയ്യുന്ന സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ കമന്റിൽ എഴുതിയിടുക.
അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. കാരണം അത്ര പോരുഷയുള്ളൊരു മാസമാ, ദുആക്ക് ഉത്തരമുള്ള മാസമാ. അള്ളാഹുവെ എക്സാമിൽ വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എക്സാമിലൊക്കെ നല്ല വിജയം കൊടുക്കണേ റബ്ബേ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. എന്റെ പരിപാടി മറ്റുള്ളവരിലേക്ക് ഇട്ടുകൊടുക്കുന്നവർ അള്ളാഹുവേ, അവർക്ക് ഞാൻ ഈ പറയുന്നതിന്റെ പ്രതിഫലം തന്നെ അവർക്കും നീ നിറച്ചു കൊടുക്കണേ അല്ലാ. ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, മകന് ഖൈറായ വിവാഹം നടക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. ഒരുപാട് കടം കൊണ്ട് പ്രയാസത്തിലാണ്, കടങ്ങളെ മാറ്റിക്കൊടുക്കണേ റബ്ബേ, സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആ വലാദികളെയും വേവലാദികളെയൊക്കെ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഭർത്താവിന് നല്ല ജോലി ശരിയാകാൻ, ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മകളുടെ കണ്ണിന്റെ കാഴ്ച കൂടാനും, ഭർത്താവിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാനും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഉപ്പാന്റെ അസുഖം ശിഫയാകാൻ വേണ്ടി പറഞ്ഞ മകളുണ്ട്, റബ്ബേ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആയെ സ്വീകരിക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കണേ അല്ലാ. എന്റെ അല്ലാഹുവേ, എന്റെ ഒരു കുട്ടി ഉണ്ടാകാൻ, എന്റെ മകൾക്കൊരു കുട്ടി ഉണ്ടാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞവർ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ ഈ പരിശുദ്ധമായ മജ്ലിസിൽ മുന്നോട്ട് കടന്നു വന്ന സഹോദരങ്ങൾ അല്ലാഹുവേ, പടച്ചോനെ, ഞങ്ങളോട് ആരൊക്കെ എന്തെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പല വേദനകളോടെ ഇരിക്കുന്നവരുണ്ട്, പല സങ്കടത്തോടെ ഇരിക്കുന്നവരുണ്ട് റബ്ബേ, പല വിഷമത്തോടെയും പല ദുഃഖത്തോടെയും ഇരിക്കുന്നവരുണ്ട് പടച്ചോനെ. അല്ലാ, എന്ത് സങ്കടമാണോ, എന്ത് വിഷമമാണോ, എന്ത് ദുഃഖമാണോ അറിയുന്ന അല്ലാ, അതറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഓരോരുത്തര് പല വേദനകളിലാണ്, പല സങ്കടങ്ങളിലാണ്, പല ദുഃഖങ്ങളിലാണ്, പല കഷ്ടപ്പാടിലാ, കടങ്ങൾ കൊണ്ട് നിവർത്തിയില്ലാതെ കഴിയുന്നവരുണ്ട് റബ്ബേ, മനസ്സ് വല്ലാതെ വേദനിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.